കേശേട്ടൻ വന്നല്ല. നേരത്തെ വന്നോ? നേരത്തെ ഇറങ്ങിയേ. എന്ത് പറ്റി? വൈകുന്നേരമായിട്ട് വരലെന്ന് പറഞ്ഞല്ല. അവിടെ ഇരിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. പിന്നെ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങോട്ട് പോയില്ല. സേവാന്ദ്രത്തിലെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എടുത്തില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണ്. ഇന്നലെ പോയ ആളല്ലേ. അമ്മ എവിടെ? അടുക്കളയിലുണ്ട്. വീട്ടിലുണ്ടോ? ബാ. സിദ്ധു വിളിച്ചായിരുന്നോ ഇന്ന്? ഇല്ലല്ലോ, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അമ്മ അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ഇന്നലെ തൊട്ട് ഓഫാണ്. അച്ഛൻ അവിടെ ചെന്നോണ്ട് തന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞു. അമ്മൂമ്മ എന്താ പറഞ്ഞു? അമ്മൂമ്മയുടെ അടുത്ത് വേറെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞേക്കണത്. എന്ത്? ഇങ്ങോട്ട് വിളിക്കുകയേ ചെയ്യണ്ട, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കണേന്ന്. ഇങ്ങോട്ട് വിളിക്കണ്ട, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന്. ആ, അച്ഛൻ പരാതി പറഞ്ഞു നമ്മളാരും സ്നേഹിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് അങ്ങനെയല്ല പറഞ്ഞേക്കണത്. ഇവിടെ വിഷ്ണു കേശുവും കൂടെ അച്ഛനെ കണ്ടാത്തല്ല നിൽക്കുകയാണെന്നാണ് അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണത്. അങ്ങനെ പറഞ്ഞേക്കണേ. ഇവൻ ഇന്നലെ അച്ഛനെ തള്ളിയതാണ് പ്രശ്നമായത്. അതുകൊണ്ട് അച്ഛൻ ഇത്ര സെന്റ് ആയി പോയത്. ഞാൻ പറഞ്ഞല്ല, ഞാൻ അച്ഛനെ തള്ളിയതല്ലത്. നീ തള്ളി. അമ്മ അടിക്കാൻ വന്നപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തടഞ്ഞു. ഇങ്ങനെ ഒന്ന് നീക്കിയപ്പോഴത്തേന് അച്ഛന്റെ കാലെന്തോ വഴി അച്ഛൻ ഇങ്ങനെ പോയി. ബാലൻസ് തെറ്റിപ്പോയത് അച്ഛന്. എടാ നീ അത് വിട്, നിനക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി, അതങ്ങ് വിട്ടാളായി. നീയൊക്കെ കൂടെ എന്തിനു പറഞ്ഞു പറഞ്ഞത്? ഒരു മിനിറ്റ്. ആരാണ്? ഹലോ, അതെ നീലിമയാണ്. എന്താണ്? ആണോ? സന്തോഷം. ഓ, അങ്ങനെ പറ്റില്ലല്ലോ. അത് ഞാനും കൂടെ സമ്മതിക്കണ്ടേ? ആ ആ ആണോ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളു. ആ ഓ ശരി ശരി. ആ എന്നാ ഫോൺ വെച്ചേക്ക്. വേറെ എന്തുണ്ട് വിശേഷം? തെറി എന്താ അച്ഛൻ എന്ത് പറഞ്ഞത്? എന്തു കൊടുക്കത്തെ തെറിയാ പറയണത്? ഇങ്ങനെയുള്ള ആളുടെ എങ്ങനെ ജീവിക്കാനാ? വേറെന്ത് പറഞ്ഞു? തെറിയല്ലാതെ. നിങ്ങൾ അച്ഛൻ ഇന്ന് രാവിലെ അവിടുത്തെ അമ്മയെടുത്ത് കുറെ ആവശ്യങ്ങൾ നിരത്തിയിട്ടുണ്ട്. അതൊക്കെ അമ്മ അവിടുത്തെ അച്ഛനോട് സംസാരിച്ചിട്ട് അംഗീകരിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താവശ്യങ്ങള്? അവിടുത്തെ അച്ഛൻ്റെ ഓഹരിയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് വിറ്റിട്ട് ആ പൈസ ബാങ്കിൽ ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവിടെ ആ കിഴക്ക് ഭാഗത്തുള്ള ഓഹരിയില്ലേ, അവിടെ ഒരു ചെറിയ ആശ്രമം കിട്ടിയിട്ട് അവിടെ അച്ഛൻ താമസിക്കാൻ പോവാണെന്ന്. പിന്നെ പിന്നെ നമ്മുടെ രാഘവമാമന്റെ വസ്തു ഇല്ലേ, അച്ഛൻ്റെ എൻ്റെയും പേരിലുള്ള 80%. അതിലേക്ക് അച്ഛൻ്റെ എത്തി പോലും നോക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, അച്ഛന് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന്. അമ്മ അച്ഛൻ എന്തോ നീ വിളിച്ചു പറയണേ? അല്ല അമ്മൂമ്മ എന്തോ ഉത്തരം പറഞ്ഞതൊക്കെ? അമ്മൂമ്മ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അമ്മൂമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചില്ലേ, വിളിച്ച് സംസാരിച്ച കാര്യം ഉണ്ടല്ലോ, അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ അച്ഛൻ എല്ലാം കൂടി പറഞ്ഞ അമ്മൂമ്മനെ വിശ്വസിപ്പിച്ച് കാണൂ. വിശ്വസിക്കട്ടെ. ഞാൻ എന്തിനാണെങ്കിലും റെഡിയാ. അമ്മ അമ്മൂമ്മനെ ഒന്ന് വിളിച്ചേ. എന്തിന്? വിളിക്ക്, കാര്യം പറ. എന്തോ കാര്യങ്ങളൊക്കെ പറ വിളിച്ചിട്ട്. ഒരു കാര്യമില്ല. അച്ഛൻ്റെ സന്തോഷം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. നമ്മൾ ഒന്നിനും എതിര് നിൽക്കണ്ട. നമുക്ക് നമ്മളെ കാര്യം. എന്താടാ ഇത് നോക്കണേ? നിങ്ങളെ കാര്യം നോക്കിപ്പോ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. നമുക്ക് ജീവിക്കണ്ട, എന്താണെങ്കിലും മരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങളെ കാര്യം നോക്കി പോ. ചെല്ല്, ഞാൻ എന്തിനാണെങ്കിലും റെഡിയാ. പിന്നെ ഒരു കാര്യം, ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട, നേറ്റിങ്ങരയിലേക്ക്. കേട്ടല്ലോ? വിളിക്കോ? ഇല്ല, വിളിക്കില്ല. എന്താ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. രാത്രി കഴിക്കാൻ എന്താ ഉള്ളത്? ചപ്പാത്തി മുട്ടക്കറി. എനിക്കാണെങ്കിലേ റൂമിലിരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടണില്ല അമ്മ. ഞാൻ അച്ഛനെ വിളിച്ചു നോക്കി, പക്ഷെ അച്ഛൻ ഫോൺ എടുക്കണില്ല. കുറെ റിങ് ഉണ്ട്. എന്നോട് ഞാൻ പറഞ്ഞാണ് വിളിക്കണ്ടത്. അമ്മ അന്നും പറഞ്ഞ എങ്ങനെയാ അമ്മ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് സമാധാനം കിട്ടില്ല, അതുകൊണ്ട് വിളിച്ചു നോക്കിയത്. അച്ഛൻ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തേക്കോന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ അതിന് ബന്ധുക്കാരുടെ വീട് മുഴുവനും കയറി ഇറങ്ങും. എന്നിട്ട് നമ്മളെ കുറച്ച് ഉള്ളതും ഇല്ലാത്തൊക്കെ അങ്ങ് പറയും. അങ്ങനെയാണല്ലോ. പിന്നീട് നാണക്കേട് അച്ഛൻ തന്നെയാണെന്നുള്ള അച്ഛനറിയില്ല.
നമ്മുടെ ബന്ധുക്കാരും അത്ര മോശമൊന്നുമല്ല. അവരും ഇനിയും ഉള്ള കുറ്റവും കുറവൊക്കെ പറയാൻ തുടങ്ങും. അത് മാത്രമല്ല, നെയ്യാറ്റിങ്ങനെ ചെന്നിട്ട് അപ്പൂപ്പനോട് സംസാരിച്ചില്ലെങ്കിലും അമ്മൂമ്മയോട് ചെന്ന് ഓരോന്നിങ്ങനെ പറയും. ഇനി ഒരു ചർച്ചയ്ക്ക് നമ്മളെങ്ങനെ നെയ്യാറ്റിൻകരയ്ക്ക് വിളിക്കുവോ? അങ്ങനെ വിളിച്ചാൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരിങ്ങോട്ട് വന്നല്ല ചർച്ച ചെയ്യാൻ. ഇങ്ങോട്ട് വന്ന ഒന്നും മിണ്ടണ്ട. നമ്മളെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ബാലു പറഞ്ഞ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോട്ടെ. പാറുവേ, എനിക്ക് അച്ഛനെ കാണാം. ആ ഇവിടെ കോടതി ചെന്നാലും തന്നെ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളു. എനിക്കതല്ല അമ്മ പേടി. ഈ കേശു അച്ഛനെ തള്ളീന്നുള്ളത് തല്ലീന്നാവോ? അമ്മ എന്തോ നമ്മ എല്ലാവരോടും പറയണേ? ഒന്നും മിണ്ടാതെ നിൽക്ക്. അച്ഛൻ അവിടെ ആശ്രമവും കെട്ടി അമ്മയെ സേവിച്ച് അവിടെ നിൽക്കട്ടെ. അപ്പൊ അച്ഛന് സന്തോഷം, നമുക്ക് സന്തോഷം. അത്രേ ഉള്ളൂ. അമ്മൂമ്മ അമ്മയെ വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? എല്ലാ കാര്യങ്ങളും അച്ഛന് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന്. അച്ഛൻ്റെ യാത്ര അച്ഛനെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ തുടരട്ടെ എന്ന്. നേരത്തെ കഴിച്ച് നേരത്തെ കിടക്കാൻ നോക്ക്. നാളെ എല്ലാവർക്കും പോകണ്ടല്ലേ? നിസാരയുടെ കുട്ടികള് അച്ഛനെവിടെന്ന് ചോദിച്ചാൽ ഞാനും തോന്നണം. ആരെവിടെയെന്ന് വെച്ചാല് അച്ഛനെവിടെയെന്ന് ചോദിച്ചാ അച്ഛൻ സന്യസിക്കാൻ കാശിക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. നോക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വരൂലെന്ന് ശപഥം എടുത്തേണ്. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞ്, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ മക്കളെ, നീ നിന്റെ പിള്ളേരെങ്കിലും പോയി നോക്കടാ. അമ്മേരെ കണ്ണീരിൻ്റെ ഒരൊറ്റ പുറത്താണ് ഞാൻ അവിടെ വന്നത്. ഡേ നീ കാലടി, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാമോ? നിൻ്റെ അടുത്ത് മാനവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ. ഇനി എന്തെങ്കിലും തെറ്റ് കാണിച്ചാ എന്നെ അപ്പോൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു. പിന്നെ നിൻ്റെ അടുത്തൊക്കെ മക്കളെ ഭാഗത്ത് സ്നേഹമോ അനുസരണമോ ബഹുമാനമോ കിട്ടിയില്ലെങ്കിൽ നിന്നെയൊക്കെ ചവിട്ടി പുറത്താക്കാനും പറഞ്ഞു. സൂക്ഷിച്ചോ, ഓരോരുത്തരും സൂക്ഷിച്ചോ, നീ ഉൾപ്പെടെ. അമ്മ എന്തോന്നമ്മ സംഭവിച്ചു? അമ്മ എന്തിനു നിന്നെ എൻ്റെ അമ്മ വിളിച്ചെല്ലാം പറഞ്ഞതെന്ന് എനിക്കറിയാം. ആരുടെ പറഞ്ഞത്? സ്വന്തം അമ്മമാരെ മക്കളെ കൈവിടില്ലാന്ന്. എവിടെ ഞാൻ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേ കളവിട്ടല്ല, ഇങ്ങനെ ഒരു ഒറ്റ അടി എൻ്റെ ചേട്ടത്ത്. എന്നിട്ട് അവിടെ തന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഭാര്യ മക്കളില്ലാതെ പടി ചോട്ടി പോലെന്ന് ഇവിടെ നാട്ടിൽ തുപ്പും. അവിടെ തന്നെ അടി. ഇനി വേണം എന്ത് തെറ്റി അടി? ഞാൻ ഒരു കാര്യം പറയാം, ഒരിടത്തും രക്ഷയില്ലാതെ നിൽക്കാണ്. കൈവിടാതെ കാത്ത് സൂക്ഷിച്ച നിനക്കൊക്കെ തന്നെ കൊള്ളാം. രാമമാമ പറഞ്ഞത് പോലെ എപ്പോഴും കിടന്ന് ബുദ്ധിക്കാണ്ട് കരച്ചിലോട്